എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായാണ്. ഫ്രൈഡ് റൈസ് ഒരു ചൈനീസ് വിഭവമാണെങ്കിലും നമ്മളിവിടെ ചെയ്യുന്ന ഒരു ഇൻഡോ ചൈനീസ് രീതിയിലാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം 2 ഗ്ലാസ് ബിരിയാണി അരി എടുത്ത് നന്നായി കഴുകുക. ഇവിടെ കുട്ടികൾക്ക് ചെറിയ അരിയാണ് ഇഷ്ടമെന്നതിനാൽ അതാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വലിപ്പമുള്ള അരി എടുക്കാം. ഈ അരി കുതിർത്താൻ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ കഴുകിയെടുത്ത അരി കുക്കറിലിടാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഇവിടെ 2 ഗ്ലാസ്സിന് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. 1 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. 6 മിനിറ്റ് ആകുമ്പോൾ കുക്കർ തുറന്ന് നോക്കാം. അല്ലെങ്കിൽ അരി കുഴഞ്ഞു പോകും. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് തലേ ദിവസം തന്നെ അരി വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഓരോ അരിമണിയും കട്ട പിടിക്കാതെ സെപ്പറേറ്റ് ആയി ഇരിക്കും. ഇനി നമുക്ക് ഇതിനാവശ്യമായ വെജിറ്റബിൾസ് അരിഞ്ഞു വയ്ക്കാം. ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, 6 ബീൻസ്, ചെറിയ ക്യാപ്സിക്കം, സവാള, കാബേജ് എന്നിവയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എടുത്താൽ മതി. കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഈ കഷ്ണങ്ങൾ ചെറുതായി അരിഞ്ഞു വയ്ക്കുക. ഇനി നമുക്ക് ഒരു കടായി വെച്ച് സ്റ്റവ് ഓണാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടാകുമ്പോൾ 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് നന്നായി ഇളക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. നന്നായി ഇളക്കുക. വെജിറ്റബിൾസിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കാം. ഫ്രൈഡ് റൈസിന് വെജിറ്റബിൾസ് നന്നായി വേവേണ്ട ആവശ്യമില്ല. ഒന്ന് വാടിയാൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയാ സോസ് എന്നിവ ഒഴിച്ച് നന്നായി ഇളക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ച ബിരിയാണി അരി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ അരി പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചില്ലി ഗോബി, പനീർ മസാല എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാവുന്നതാണ്.